റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടമലക്കുടിയിലെ റേഷൻ കൊള്ളയിൽ ഗുരുതര കണ്ടെത്തലുമായി ഭക്ഷ്യ കമ്മീഷൻ. യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് റേഷൻ കട പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്തൽ. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിയതിന്റെയോ വിതരണം ചെയ്തതിന്റെയോ രേഖകളോ രജിസ്റ്ററോ കണ്ടെത്താനായില്ല. കർശന നടപടി സ്വീകരിക്കാൻ ഭക്ഷ്യ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി കാണുന്നുണ്ട്. ഗിരിജൻ സൊസൈറ്റിയുടെ പേരിലാണ് ഈ രണ്ട് റേഷൻ കടകളും. റേഷൻ കടകളുടെ പ്രവർത്തനങ്ങൾ ഒട്ടും അഭികാമ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാവരും ആരായാലും അവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. രാഹുൽ സുരേഷിന്റെ വിവരങ്ങളുമായി. രാഹുൽ, എന്തൊക്കെ നിയമലംഘനങ്ങളാണ് ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞത്? മാധു, സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സണായിട്ടുള്ള ജിനു സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇടമലക്കുടിയിലെത്തി നേരിട്ട് പരിശോധന നടത്തിയത്. 65,000 കിലോ അരിയാണ് ഇതുവരെ കാണാതായിരിക്കുന്നത്. ഈ അരി ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ എത്തിയതിന്റെ പൊടി പോലും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കത്തിൽ പറയുവാനുള്ളത്. അതായത് ഈ അരി റേഷൻ കടയിൽ എത്തിക്കുമ്പോൾ ആ എത്തിക്കുന്നതിന്റെ സ്റ്റോക്കും വിൽപ്പന നടത്തിയതിന്റെ സ്റ്റോക്കും അവശേഷിക്കുന്ന അരിയുടെ കണക്കും എല്ലാം ഒരു രജിസ്റ്ററിൽ എഴുതി സൂക്ഷിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു രജിസ്റ്റർ ഈ രണ്ട് റേഷൻ കടകളിലും ഇല്ല എന്നാണ് ഈ പരിശോധന കണ്ടെത്തിയിരിക്കുന്നത്. അതുകൂടാതെ ഭക്ഷ്യധാന്യങ്ങൾ എത്തിയതിന്റെയോ വിതരണം ചെയ്തതിന്റെയോ യാതൊരു രേഖകളില്ല. റേഷൻ കടയിൽ ഉണ്ടാകേണ്ട രജിസ്റ്ററുകൾ ഒരു റേഷൻ കടയിലും ഇല്ല. റേഷൻ കട പ്രവർത്തിച്ചത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണെന്ന് ഭക്ഷ്യ കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റേഷൻ കട ലൈസൻസി ആയിട്ടുള്ള ഗിരിജൻ സർവീസ് സൊസൈറ്റിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഭക്ഷ്യ കമ്മീഷൻ പറയുന്നത്. നാളെ ഭക്ഷ്യ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് വകുപ്പ് മന്ത്രിക്ക് കൈമാറും. അതിനുശേഷം ക്രിമിനൽ നടപടി സ്വീകരിക്കുന്നതുൾപ്പെടെയുള്ള ശക്തമായ നടപടിയിലേക്ക് പോകണം എന്നുള്ളതാണ് ചെയർപേഴ്സൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഈ ഉദ്യോഗസ്ഥർക്കും കാര്യമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇടമലക്കുടിയിലെ റേഷൻ വിതരണത്തിൽ പൊതുവിതരണ വകുപ്പിലെ ജീവനക്കാർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ, റേഷനിംഗ് ഇൻസ്പെക്ടർമാർ എന്നിവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് അവർ പറയുന്നത്. 2024 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരം 70 ടൺ അരിയാണ് ഇടമലക്കുടിയിലെ ഈ റേഷൻ കടകളിൽ കാണേണ്ടത്. പക്ഷേ 65 ടൺ അരി ഇല്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ ഒരു മാസമായി അവിടുത്തെ പാവങ്ങൾ പല ആളുകൾക്കും പരാതി നൽകി തങ്ങൾക്ക് ഒരു മാസമായി റേഷൻ ലഭിക്കുന്നില്ല എന്ന ഗുരുതരമായിട്ടുള്ള പരാതിയാണ് ഉയർന്നത്. അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതര കണ്ടെത്തലുകൾ ഉള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം 2023-24 സാമ്പത്തിക വർഷവും ഇതിന് സമാനമായിട്ടുള്ള തട്ടിപ്പ് അവിടെ നടന്നിരുന്നു. പാവങ്ങൾക്ക് അരി ലഭിച്ചില്ല എന്ന കണ്ടെത്തലിൽ അന്നും ബന്ധപ്പെട്ട വലിയ കൊള്ളയാണ് നടന്നത് എന്ന് വ്യക്തമാക്കുന്ന അന്വേഷണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എത്രയധികം സാമൂഹ്യ പിന്നാക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഭക്ഷ്യവിതരണത്തിലാണ് ഈ കൊള്ള എന്നതാണ് അതിന്റെ ഗുരുതരമായ സ്വഭാവം കൂടുതൽ വ്യക്തമാക്കുന്നത്. ഒരിടവേള എടുക്കാം.